ഹായ് ഓൾ, വെൽക്കം ടു ഐഡവ്. നമ്മൾ ഇന്ന് HTML പേജിലേക്ക് ഇമേജ് ടാഗിനെ ഇമേജസിനെ എംബഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗുകളാണ് നോക്കുന്നത്. സോ എംബഡ് ആൻഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ടാഗുകൾ നമ്മൾ പഠിച്ചിരുന്നു. പക്ഷെ അത് ഇമേജസ് മാത്രമല്ല, വീഡിയോ, ഓഡിയോ, ഡോക്യുമെന്റ്സ് ഒക്കെ അതിലേക്ക് എംബഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇമേജസിന് വേണ്ടിയിട്ട് മാത്രം സ്പെസിഫിക് ആയിട്ട് വേറെയും ടാഗുകൾ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് IMG എന്ന് പറയുന്ന ടാഗ്. IMGയുടെ അകത്ത് SRC എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും? പാത്ത് പറഞ്ഞു കൊടുക്കും. ദെൻ വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യാം. വിഡ്ത്ത് 100%. ഹൈറ്റിന് വേണ്ടിയിട്ട് ഹൈറ്റ് 300 പിക്സൽ എന്ന് കൊടുത്തു. സേവ് ചെയ്യുന്ന സമയത്ത് ഇമേജ് വന്നിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പോൾ നമ്മളുടെ ഇമേജ് ലോഡ് ആയില്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു പാത്ത് തെറ്റാണ് എന്നുള്ളത് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഓൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് സഹായിക്കും. അതായത് കുഡിന്റ് ലോഡ് ഇമേജ്, അതൊരു മെസ്സേജ് പോലെ നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, അപ്പൊ അതോടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് മാപ്പ് എന്ന് പറയുന്ന ഒരു ടാഗാണ്. ഓക്കെ, മാപ്പ് എന്ന് പറയുന്ന ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമേജ് മാപ്പിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇമേജ് മാപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലിക്കബിൾ ഏരിയാസ് ഉള്ള ഒരു ഇമേജിനെയാണ് ഇമേജ് മാപ്പ് എന്ന് പറയുന്നത്. അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മാപ്പ് എന്ന് പറയുന്ന ഒരു ടാഗ് HTML വരുന്നത്. അതുപോലെ തന്നെ മാപ്പിന്റെ അകത്ത് എന്തുണ്ട്? ഏരിയ എന്ന് പറയുന്ന ഒരു ടാഗ് കൂടെ വരുന്നുണ്ട്. അതാണ് ഇമേജ് മാപ്പിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഏരിയ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. സോ നമ്മൾ ആദ്യം ഫസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, ഇമേജ് ടാഗിന്റെ അകത്തുള്ള യൂസ് മാപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും മാപ്പിന്റെ അകത്തുള്ള നെയിമും എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് IMG കൊടുത്തു. SRCയുടെ അകത്ത് ഞാനൊരു ഇമേജ് എടുത്തിട്ടുണ്ട്. സോഴ്സസിന്റെ അകത്ത് laptop.jpg എന്ന് പറയുന്ന ഒരു ഇമേജ് എടുത്തു. വിഡ്ത്ത് സ്പെസിഫൈ ചെയ്തു, അതുപോലെ ഹൈറ്റും ഞാൻ സ്പെസിഫൈ ചെയ്തു. ദെൻ ഇതിൻ്റെ അകത്ത് യൂസ് മാപ്പ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഓക്കെ, നമ്മൾ നേരെ മാപ്പിലേക്ക് വരാം. മാപ്പിന്റെ നെയിം ആട്രിബ്യൂട്ടിൽ നമ്മൾ എന്ത് കൊടുക്കും? ഒരു പേര് കൊടുക്കും. വർക്ക് മാപ്പ് എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു. ദെൻ അത് ഞാനിവിടെ യൂസ് മാപ്പിൽ ഹാഷ് സിമ്പൽ യൂസ് ചെയ്തുകൊണ്ട് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തിട്ട് ഏരിയയിൽ വരിക. ഏരിയയിൽ ഷേപ്പ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് വരുന്നുണ്ട്. ഏത് ഷേപ്പിലാണ് നമ്മളുടെ ആ ഒരു ക്ലിക്കബിൾ ഏരിയ വരേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മളുടെ laptop.jpg എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു കപ്പിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് മറ്റൊരു ഇമേജിന് ഷോ ചെയ്യണം. ഓക്കെ, അതാണ് ഈ മാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇമേജ് മാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ കപ്പിന്റെ ആ ഒരു ഷേപ്പിലുള്ള ആ ഒരു പ്ലേസിനെയാണ് നമ്മൾ ഇവിടെ ഏരിയ എന്ന് പറയുന്നത്. ആ ഏരിയയിൽ ക്ലിക്കബിൾ ഏരിയ അതാണ്. ഓക്കെ, സോ ആ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കും ഇത് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഷേപ്പിന്റെ അകത്ത് റെക്റ്റ് എന്ന് കൊടുത്തു. അതുപോലെ സർക്കിൾ നമുക്ക് കൊടുക്കാം കേട്ടോ. റെക്റ്റ് കൊടുത്തു. ദെൻ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആട്രിബ്യൂട്ട് വരുന്നുണ്ട്. കോർഡിനേറ്റ്സിനെയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് ഞാൻ വാല്യൂസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഫസ്റ്റ് വാല്യൂ ലെഫ്റ്റ്, ദെൻ ടോപ്പ്, റൈറ്റ്, ബോട്ടം, അങ്ങനെയാണ് ആ ഒരു കോർഡിനേറ്റ്സ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ലെഫ്റ്റ് വാല്യൂ ആണ്. ലെഫ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 30, ദെൻ ടോപ്പ്, റൈറ്റ് ആൻഡ് ബോട്ടം. ഓക്കെ, പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക? HRF എന്ന് പറയുന്നതിൻ്റെ അകത്ത് ആ ഒരു കപ്പ്, ആ ഒരു ക്ലിക്കബിൾ ഏരിയ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് ഇമേജ് ആണോ കാണിക്കേണ്ടത് ആ ഒരു ഇമേജിനെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്തു. ദെൻ ഞാൻ ഈ കപ്പുമ്മ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു cup.jpg എന്ന് പറഞ്ഞ ഇമേജിലേക്ക് പോകും. ഓക്കെ, പോയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് വേറെ എവിടെയും ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. ക്ലിക്ക് ചെയ്യുന്ന സ്ഥലത്ത് കഴ്സർ മാറിയിട്ട് പോയിന്റർ ആവുന്നുണ്ട്. ഓക്കെ, സോ
ഇമേജ് മാപ്പിൽ നമ്മളുടെ ഈ കപ്പ് ഇരിക്കുന്ന പൊസിഷനാണ് നമ്മൾ ഈ കോഡ്സിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതുപോലെ അത് ഏത് ഷേപ്പിലായിരിക്കും, ഇതിപ്പോ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലായിരിക്കും ഇവിടെ നമുക്ക് ആ ക്ലിക്കബിൾ ഏരിയ ഉള്ളത്. ദെൻ ആ ഒരു കപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് ഇമേജ് ഷോ ചെയ്യണം എന്നുള്ളതാണ് HRF പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ മാപ്പ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാൻവാസ് എന്ന് പറയുന്ന ഒരു ടാഗാണ്. ഓക്കെ, ക്യാൻവാസ് ഇത് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റ് വേണം. ഓക്കെ, ഇത് ഗ്രാഫിക്സ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവാസ് എന്ന് പറയുന്ന ഒരു എലമെന്റ് എഴുതി നമ്മൾ എന്നിട്ട് അതിലേക്ക് ഒരു ID പറഞ്ഞു കൊടുത്തു. ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തു. വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യാം. വിഡ്ത്ത് ഈക്വൽ ടു 300 പിക്സൽ കൊടുത്തു. അതുപോലെ ഹൈറ്റും 300 പിക്സൽ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇത് സേവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്യാൻവാസ് വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് കാണുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ്, നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാലും സ്റ്റൈലിന്റെ അകത്ത്, അതായത് CSS യൂസ് ചെയ്യുകയാണ്, ഒരു ബോർഡർ പറഞ്ഞു കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. 1 പിക്സൽ സോളിഡ് റെഡ്. സോ ഇതാണ് നമ്മളുടെ ക്യാൻവാസ്. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പോവാം. സോ സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തു. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്റ്റേണലി നമുക്ക് ലിങ്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിവിടെ ഇപ്പൊ JS എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രിപ്റ്റ് ടാഗ്. അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവിടെ SRC പറഞ്ഞു കൊടുക്കുക. സ്ക്രിപ്റ്റിന്റെ അകത്ത് SRC പറഞ്ഞു കൊടുക്കുക. അതിന്റെ അകത്ത് നമ്മൾ ആ ഒരു പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതാം. സ്ക്രിപ്റ്റിന്റെ അകത്ത് വന്നു, എന്നിട്ട് ലെറ്റ് ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു വേരിയബിൾ ആണത്. ക്യാൻവാസ് എന്ന് പറയുന്ന പേരിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ അകത്തേക്ക് ആരെ എടുത്ത് വെക്കണം? ആ ഒരു ക്യാൻവാസ് എലമെന്റിനെ എടുക്കണം. ഗെറ്റ് എലമെന്റ് ബൈ ID എന്ന് വെച്ചാൽ ഈ ഒരു ID വെച്ചിട്ട് നമ്മൾ അതിനെ ആക്സസ് ചെയ്തു. ദെൻ ആ എലമെന്റ് ഇപ്പോൾ ക്യാൻവാസ് എന്ന് പറയുന്ന വേരിയബിളിലുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് ക്യാൻവാസ് ഡോട്ട് ഗെറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതിൻ്റെ അകത്ത് 2D എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, 2D പറഞ്ഞു കൊടുത്തു. ദെൻ ctx ഡോട്ട് ഫിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് എഴുതിയിട്ട് അതിൻ്റെ അകത്ത് ഏത് കളറിൽ എനിക്ക് ഫില്ല് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാനൊരു എക്സ് കോഡ് പറഞ്ഞു കൊടുക്കുവാണ്. ഓക്കെ, ദെൻ ctx ഡോട്ട് റെക്ടാങ്കിൾ ഷേപ്പ് ആണല്ലോ ഞാൻ പറഞ്ഞത്. സോ ഫിൽ റെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുത്തു. സോ കണ്ടോ, ആ ഒരു ഷേപ്പില് റെക്ടാങ്കിൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ക്യാൻവാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾക്ക് വരുന്നത് ഫിഗർ എന്ന് പറയുന്ന ഒരു ടാഗാണ്. ഫിഗർ ഇത് യൂസ് ചെയ്യുന്നത് സെൽഫ് കണ്ടെയ്ൻഡ് കണ്ടന്റുകളാണ് ഇതിലുള്ളത്. അതായത് ഗ്രാഫുകൾ, അതുപോലെ ഇല്ലുസ്ട്രേഷൻസ്, നമ്മൾ ഡയഗ്രാംസ് ഒക്കെ കൊടുക്കില്ലേ, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫിഗറിന്റെ അകത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, സോ ഫിഗർ കൊടുത്തു. ദെൻ നമ്മൾ അതിന്റെ അകത്ത് വരിക, img പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുത്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഒരു ഫിക് ക്യാപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് വരുന്നത്, അത് ഫിഗറിന്റെ ഉള്ളിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഫിക് ക്യാപ്ഷൻ, അത് ഈ ഫിഗറിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാപ്ഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, സോ വന്നിട്ടുണ്ട്. ഇതാണ് അടുത്ത ഇമേജിനുള്ള ടാഗ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പിക്ചർ ടാഗ് ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, വ്യൂ പോർട്ട് വിഡ്ത്തിനനുസരിച്ച് ഒരു ഇമേജിനെ സ്കെയിൽ അപ്പ് ആൻഡ് സ്കെയിൽ ഡൗൺ എന്ന് പറഞ്ഞാൽ വലുതാക്കാനും ചെറുതാക്കാനും, അത് ചെയ്യുന്നതിന് പകരം മൾട്ടിപ്പിൾ ഇമേജസിന് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും ഈ ടാഗിലൂടെ. ഓക്കെ, 2 ടാഗുകളാണ് വരുന്നത് ഇതിനകത്ത്, സോഴ്സും img ടാഗും. ബ്രൗസർ മീഡിയ കോറിക്ക് അനുസരിച്ചിട്ട് ആ ഒരു വ്യൂ പോർട്ടിന്റെ വിട്ടുള്ള സോഴ്സ് എലമെന്റിനെ ചൂസ് ചെയ്യും. ഓക്കെ, അതായത് ഇമേജിനെ
മീഡിയ ക്വറി അനുസരിച്ച് വ്യൂ പോർട്ട് വിഡ്ത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. അതാണ് ഈ പിക്ചർ എന്ന് പറയുന്നത്, ടാഗ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ സോഴ്സ് എന്ന് പറയുന്ന ടാഗില് മീഡിയ എന്ന് പറയുന്നത് നമ്മൾ CSS പഠിക്കുന്ന സമയത്ത് റെസ്പോൺസീവ്നെസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ മീഡിയ ക്വറീസ് എഴുതും. ഇത്ര വിഡ്ത്തില് ഇന്ന സ്റ്റൈൽസ് അപ്ലൈ ആവണം, അടുത്ത നെക്സ്റ്റ് വിഡ്ത്തിൽ ഇന്ന സ്റ്റൈൽസ് അപ്ലൈ ആവണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ അതാണ് മീഡിയ ക്വറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഈ സോഴ്സ് എലമെന്റ് അകത്ത് മിൻ വിഡ്ത്ത് 650 പിക്സൽ വരുന്ന സമയത്ത് ഒരു ഇമേജ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. home.jpg പറഞ്ഞു കൊടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് സോഴ്സില് മീഡിയയുടെ അകത്ത് മിൻ വിഡ്ത്ത് 250 പിക്സൽ വരുമ്പോ SRC സെറ്റ് അതിൻ്റെ അകത്ത് സോഴ്സസിൻ്റെ അകത്ത് laptop.jpg പറഞ്ഞു കൊടുത്തു. ദെൻ ഇമേജ് img ടാഗിൻ്റെ അകത്ത് SRCയുടെ അകത്ത് ഞാൻ cup.jpg, അപ്പോൾ ബൈ ഡിഫോൾട്ട് ഇതായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് ആരാണ്, home.jpg ആണ്. കാരണം മിൻ വിഡ്ത്ത് 650 പിക്സൽ എന്നാ പറഞ്ഞത്, അതായത് മിനിമം വിഡ്ത്ത് 650 പിക്സൽ എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ 650 പിക്സൽ മിനിമം എന്ന് പറഞ്ഞാൽ 650 പിക്സലോ അതിൽ കൂടുതലോ ആവുക. ഓക്കെ, അപ്പോ ഇവിടെ ഇപ്പൊ 651 ആണ്. അപ്പൊ 650 അതിൽ കൂടുതലോ ആവുന്ന സമയത്ത് എന്താണ്, home.jpg ആണ് വരേണ്ടത്. അതായത് ഈ ഒരു ഇമേജ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ 250 പിക്സലോ അതിൽ കൂടുതലോ ആകാമെന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി 650 പിക്സൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേലും കുറയുന്ന സമയത്ത് എന്ത് വരും, laptop.jpg വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊന്നും അല്ലാത്ത കേസിലായിരിക്കും ഈ img വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതാണ് പിക്ചർ എന്ന് പറയുന്ന ടാഗ്. നെക്സ്റ്റ് വരുന്നതാണ് SVG എന്ന് പറയുന്ന ഒരു ടാഗ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് SVG ഗ്രാഫിക്സിന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ബോക്സ്, സർക്കിൾസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. SVGക്ക് വിഡ്ത്ത് ഉണ്ട്, ദെൻ ഹൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് ഏത് ഷേപ്പ് വേണം, റെക്റ്റ് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ. ഓക്കെ, അതിൻ്റെ വിഡ്ത്ത് പറഞ്ഞു കൊടുക്കുക 400, ദെൻ ഹൈറ്റ് 100. ഞാനിവിടെ CSS യൂസ് ചെയ്യാണ്. CSSന്റെ അകത്ത് ഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് ഒരു കളർ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇപ്പൊ എന്താണ് വന്നിട്ടുണ്ട്, ആ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ നമുക്ക് SVG വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇമേജസ് നമ്മൾ എംബഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗുകൾ. നമ്മളിനി നെക്സ്റ്റ് വീഡിയോയിൽ ഫോംസിനെ പറ്റിയിട്ടായിരിക്കും പറയാം. അപ്പൊ അതോടുകൂടി HTML ടാഗുകൾ നമ്മളുടെ കംപ്ലീറ്റ് കഴിയും. സോ താങ്ക് യു.